ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെണ്ടക്ക ഫ്രൈയും ചീര തോരനും ഞാനുമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ തരിക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ 5 മണിയാട്ടപ്പോൾ ഞാൻ നേരത്തെ നീച്ചിക്കാണ്. മക്കൾക്ക് സ്കൂളുണ്ടാകുമ്പോൾ പിന്നെ കയറി കിടന്നാൽ സമാധാനം വരില്ലല്ലോ. ആയിക്കോട്ടെ, സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു വർക്കും ഉണ്ടായിരുന്നു. അത് രാത്രി ചെയ്ത് നോക്കുമ്പോൾ അത് കൊളായി. ഇനി രാവിലെ ചെയ്യാൻ സമയം ഉണ്ടാകുമോ ഒന്നും അറിയില്ല. ഇനി എന്തായാലും ഒക്കെ ശരിയായിട്ടോ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞയച്ചു. ടെൻഷൻ അടിച്ച് കടന്നുറങ്ങിയതേനു. അങ്ങനെ ഇപ്പോൾ രാത്രി തന്നെ ഞാൻ കുറച്ച് വെണ്ടക്ക അരിഞ്ഞ് അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ ഇനി സമയം കിട്ടൂല എഴുതിയാണ്ടൊക്കെ കാട്ടി വെച്ചതേനു കേട്ടോ. അപ്പം അതും കുറച്ച് ചീര ഉണ്ടായിരുന്നു, കുറച്ചുള്ളതിനും ചുവന്ന ചീര അതും ആണ് കേട്ടോ. ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയിക്കണമൊക്കെ അത് തന്നെയാണ്. അപ്പം ചോറൊക്കെ വെന്ത് വരുന്നുള്ളൂ. അതവിടെ കിടന്നങ്ങനെ വെന്ത് വരുമ്പോഴത്തേന് ഇപ്പുറത്ത് നമ്മൾ അടുപ്പത്ത് ഓരോരോ പണികളാണ് കേട്ടോ. അപ്പം അതും നോക്കുന്നുണ്ട് ഇതും നോക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പം വെണ്ടക്ക ഫ്രൈ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അത് ഒരടുപ്പത്തുണ്ട്, ചീര മറ്റേ അടുപ്പത്തുണ്ട്. രണ്ടടുപ്പ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ടൈമൊക്കെ വെക്കാൻ കേട്ടോ. ദോശ ഉണ്ട് ചുടാൻ, ദോശയ്ക്ക് കറി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. രണ്ടടുപ്പത്തും വെന്തിട്ട് വേണം. പലതുണ്ട് വെക്കാൻ. അപ്പം രാവിലെ ഭയങ്കര തകൃതിയാണല്ലോ അല്ലേ. കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കലും എല്ലാം വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. ഇവിടെ ഏത് റൂമിലിരുന്നുങ്ങാണ്ട് വോയിസ് കൊടുത്താലും കേൾക്കും കേട്ടോ. റോഡ് നേരെ അടുത്ത് തന്നെയാണ്, മെയിൻ റോഡായതുകൊണ്ടേ. പിന്നെ അപ്പുറത്ത് ഈ സമയത്തൊന്നും വോയിസ് കൊടുക്കാൻ പറ്റില്ല. ട്യൂഷന് നമ്മൾ നേരെ തൊട്ട് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷൻ സെൻ്ററാണ്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സൗണ്ടും എവിടെ ഇരുന്നാലും കേൾക്കും കേട്ടോ. രാവിലെ കൊടുക്കുക, അപ്പം ചന്തയാവും, ചന്തൻ്റെ സൗണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നല്ല വെയിലാട്ടോ, വെയിലുമാണ്. എന്നൊക്കെ ഇപ്പോൾ വല്ല പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ കേകിയിടായിരുന്നു. പക്ഷെ നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. വെയിൽ വൈകുന്നേരം വരെ നിൽക്കും കരുതിങ്ങാണ്ട് നമ്മളതാണ് കേകിയാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പം ഇന്നൊക്കെ കേകിക്കുകയാണെങ്കിൽ നമുക്ക് പൊടിപ്പിച്ച അരിയൊക്കെ കഴിഞ്ഞിരിക്കണം. പച്ചരി പൊടിപ്പിച്ചതൊക്കെ ഇല്ല, പൊടി തന്നെ അല്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറ് വന്നു, അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഊറ്റണം. അത് ഊറ്റി കഴിയുന്നതോട് കൂടെ തന്നെ നമുക്ക് ഇനി ദോശ ചുടണം. ദോശയ്ക്ക് ഉള്ളിക്കറി ആട്ടം ഉണ്ടാക്കണേ. അപ്പം ഉള്ളിക്കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അത് എഴുതിയാണെങ്കിൽ ഇത് കണ്ടുങ്ങാണ്ട് വേറെ കറിയല്ലാത്ത സംഭവത്തേക്കൊന്നും ഇങ്ങനെ കാട്ടിക്കൂട്ടരുത് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ അത് ശരിയാവില്ല. അപ്പം അതായത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിക്കണം. അതിൽ വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ ഉള്ളി പെട്ടെന്ന് വെന്ത് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്ട് ഉപ്പിട്ട് കൊടുക്കൂലേ, ആ ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഞാൻ എന്താ ചെയ്യാന്നറിയാം, ഉള്ളിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും കേട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കുകൊണ്ട്, അറിയണോലൊന്നും ഒന്നും വേണ്ട, അറിയാത്തവർക്കും വേണ്ടി ഇപ്പം അറിയാം കേട്ടോ. അപ്പോൾ സോഡപ്പൊടി ഇല്ലേ, നമ്മളെ സോഡാപ്പൊടി, അപ്പസോഡ, അതൊരു തുള്ളി, കുറേ ഇട്ട് കൊടുക്കരുത്. കുറേ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കൊളാകും. അത് ചൊയയും കാര്യങ്ങളൊക്കെ ആകും. അപ്പം കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഞാനങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ചങ്ങാണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും അത് വെന്ത് നല്ലോണം വന്നിക്കും. പെട്ടെന്നുണ്ട് ഉള്ളി വാടി കിട്ടാൻ കേട്ടോ. ഉള്ളി വേഗം വാടി കിട്ടും. അപ്പം അങ്ങനെയാണ്.
ഉള്ളിക്കറിയാണ് കേട്ടോ. പിന്നെ ഉള്ളിക്കറി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ പറ്റും. പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, തുള്ളി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് ഗരം മസാല, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് എത്ര കണ്ട് ഗ്രേവി വേണം അതിനനുസരിച്ച് നീട്ടാം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി വെന്താൽ മതി. അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് നല്ലോണം ഒന്ന് തിളച്ച് അപ്പം നല്ലോണം കുറുകി വരും കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ. ഏത് സോഡാപ്പൊടി ഇല്ലൊക്കെ പാടെ ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു എന്നും പറഞ്ഞങ്ങാണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? രാവിലെ കുട്ടികൾ പോണ തിരക്കും, പിന്നെ യൂണിഫോം തേച്ചിട്ടില്ല, യൂണിഫോം തേക്കണം. ഉറങ്ങണ പോകാല്ല താത്ത ഉറങ്ങാണ്. ഉറങ്ങണോട്ടിന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് ഉണരുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഓരോ നിർബന്ധങ്ങളാണ്. എന്നാലും എനിക്ക് കിട്ടിയാൽ വേഗം കുളിയും പല്ലേക്കലൊക്കെ കഴിഞ്ഞ് ഇതാവട്ടോ. ഞാൻ ഈ എടുക്കണതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പോയല്ലോ, ഓരോരോ സ്വൈര്യക്കേടാണത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കറണ്ടില്ല. കറണ്ട് വരിക പോകുക, വരിക പോകുക, വരിക പോകുകയാണ്. കണ്ണ് കാണാതെ ഈ നേരത്തൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ ഗതികേടല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ചോറ് ഉണ്ടായിന് തിളപ്പിച്ചും വെച്ചു കേട്ടോ. തിളപ്പിച്ചിട്ട് എലിങ്ങാണ്ട് ദോശ ദാ അടുപ്പിൽ വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നൂണി കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ കഴിഞ്ഞു. ഒരു ചമ്മന്തി അരക്കണം, കുറച്ച് അച്ചാറും, അതൊക്കെ തന്നെ എന്ന് കൊടുത്തേക്കണം. എന്നും വേണ്ടേ ഇപ്പം ഇതിലേ. കണ്ണൊന്നും കാണില്ല കേട്ടോ, കറണ്ട് പോയിക്കാണ്. അല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറണ്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മളെ ദോശകളൊക്കെ ചുടൽ കഴിഞ്ഞു. കുറച്ച് മാവ് ബാക്കിയുണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചു. കുറേ ചുട്ട് കൂട്ടിയാലേ ശരിയാവില്ല. അപ്പം അതാ ഉണ്ടാകാനുള്ള ചോറാണ്. ചോറൊന്നും കുറേ കൊടുത്തയക്കരുതേ അറിയും. ഇവർ തിന്നണമല്ല കൊടുത്തയച്ചൊക്കെ വേസ്റ്റാക്കി കളയും. അപ്പം ചമ്മന്തി അരച്ചു, തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് മാങ്ങൻ്റെ അച്ചാറുണ്ടായിരുന്നു അത്. പിന്നെ അതാ ചീരത്തോരനും പിന്നെ വെണ്ടക്ക ഫ്രൈയും. ഇത്രയൊക്കെ മതിയല്ലോ. ഇനി നാളെ സാമ്പാർ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. സാമ്പാർ വേണം അട്ടം വെച്ച് നാളെ വെച്ച് കൊണ്ടുപോകാൻ. എൻ്റെ കൂട്ടുകാരിയൊക്കെ സാമ്പാർ കൊണ്ടല്ലുണ്ട്, ഇവളും കൊണ്ടുപോകലുണ്ട്. അപ്പം നാളെ ഇൻഷാ അല്ലാഹ് സാമ്പാർ കൊടുക്കാം. അപ്പം ഇതാ പിന്നെ സ്നാക്സ് ബിസ്ക്കറ്റാട്ടോ. അതും കുറേ ഒന്നും പറ്റൂല. അത് കൊടുക്കുമ്പോൾ പറയും കുറേ ഒന്നും ഇടണ്ടാന്ന്, കുറച്ച് മതി. പിന്നെ എന്തൊക്കെയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനത്തെ ഈ വക പണികളൊക്കെ ഒരുങ്ങി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ടുള്ളല്ലോ. ഇനിയിപ്പോൾ അത് കിറ്റിലാക്കണം. കിറ്റ് കൊണ്ടുപോയി വെക്കണം. ടവലിൽ പൊതിഞ്ഞിട്ട് വേണം. പിന്നെ യൂണിഫോം ഇതാന്ന് ബുധനാഴ്ചയല്ലേ, വെള്ളി ബ്ലൂ ടീഷർട്ടുമാണ് കേട്ടോ. ഏതായാലും മഴയില്ലാത്തതുകൊണ്ട് തിരക്കടില്ല. അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ഇടണമെന്ന് മഴ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ സ്ഥിരം ഇട്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.